അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആകുമ്പോഴത്തേക്കും വാട്ടർ പ്രഷർ കുറച്ച് കൂടുതൽ കിട്ടാനുള്ള എത്രയൊക്കെ ഉണ്ടെങ്കിലും ഈ കോളിൻ ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും കിട്ടും. അല്ല വൈറ്റ് മേടിക്കുക, ബൈക്ക് കളറാകുമ്പോൾ റിഫ്ലക്ടർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, റിഫ്ലക്ടർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. ആ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള പ്ലെയിൻ ഷീറ്റാണ്. ഇത് എപ്പോഴാണ് സ്ട്രെങ്തേൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചൂടതെ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും പൊടിയൊക്കെ അത് ഭയങ്കരമായിട്ട് സെഡിമെന്റേഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതിപ്പോഴും പലയിടത്തും പഴയ വീടുകളിൽ ഇരിക്കുന്ന കാണാമെന്നേ. നമുക്ക് വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാം. വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു വല്ലാത്ത തുടക്കം. വെറൈറ്റി ആണ്. ഒരു വാലും ഇല്ലാത്ത പുള്ളി ഒരു കഥയില്ലാത്ത ആളാ. ഓക്കെ നമുക്ക് തുടങ്ങാം. അപ്പൊ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ പണ്ടൊരു സിനിമ പപ്പൂൻ്റെ പടം ഓർമ്മ. പപ്പൂൻ്റെ അല്ല, നമ്മുടെ മോഹൻലാലിന്റെ എന്നാ പറയുന്നത്, 80s കിഡ്. നമ്മള് വെള്ളം എന്ന് പറഞ്ഞിട്ട് വേറൊരു മൂവിയാണ്, താങ്കൾ ഏതാ കിഡ്? നമ്മളിപ്പോ കിഡല്ലല്ലോ, ഞാൻ സ്വിഫ്റ്റ് ആണ്. അതെ, നമ്മളെ ഈ വെള്ളം ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ ആരോഗ്യകരമായിട്ടും അല്ലേ എല്ലാത്തിനും. അതെ, വെള്ളം. അപ്പോൾ വാട്ടർ ടാങ്കിനെ കുറിച്ച് പറയാം അല്ലേ? വാട്ടർ ടാങ്ക്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈ. ഈ വെള്ളത്തിനെ കുറിച്ച് പറയുമ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെരുമ്പാവൂർ ഒരു ഷൂട്ടിന് പോയ സമയത്ത് അവിടുത്തെ ഈ തെർമൽ ഇൻസുലേഷൻ അതിൻ്റെ ആയിരുന്നു. നമ്മുടെ രതീഷേണ്ട ജിബിൻ ജെ സ്റ്റാർ, ടീം ജെ സ്റ്റാർ. അപ്പോൾ പുള്ളി ഒരു ക്യാനല്ല, ഒരു പാക്കറ്റാണ് വെള്ളം അങ്ങനെ കൊണ്ടുവരുവാണ്. അങ്ങനെ എനിക്ക് കുറച്ച് കുടിക്കാൻ തന്നിട്ട് എൻ്റെ ചോദിച്ചു, സുനീറ എന്തെങ്കിലും പ്രത്യേകം ഒന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല ഏട്ടാ, കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇത് കങ്കൺ വാട്ടറാണ്. മറ്റേ കങ്കൺ ഏകദേശം പുള്ളി അല്ല, പുള്ളി അതിന്റെ മെഷീൻ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. 2.25 ലക്ഷം രൂപയാണ് ആ ഫിൽറ്ററിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം കാണുന്നത്. അടുത്ത സാധനം വന്നു ഹൈഡ്രജൻ വാട്ടർ. അത് കുറച്ചുകൂടെ ഈ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞില്ലേ എന്തിനും പറ്റും, അത് നിങ്ങൾ പറയും വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നൊരു സ്റ്റേജാണത്. 2.5 ലക്ഷം രൂപ മുടക്കിയിട്ട് നേരത്തെ പകുതി പൈസയ്ക്ക് വീട് വെക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ്, മിനറൽ വാട്ടർ മേടിച്ച് കുടിച്ചുകൂടെ? ഇനിയിപ്പോൾ അടുത്തൊരു സാധനം ഞാൻ ഇയാളെ ചേർത്ത് പറയാം, ഞാൻ അതുകൊണ്ട് അത് വിട്ട്. അപ്പോൾ നമുക്ക് വാട്ടർ ടാങ്കിലേക്ക് വരാം. ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്ക്സ് അല്ലേ? ഏറ്റവും ഫേമസ് ഇപ്പോൾ ഉള്ളത് സ്റ്റീലാണ്. പക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിമ്മിനിയുടെ മുകളിൽ വെച്ച് തുടങ്ങിയ കോൺക്രീറ്റ് വാട്ടർ ടാങ്കിനെ തൊട്ട് പറയേണ്ടി വരും. അത് തന്നെ അല്ലായിരുന്നു ആദ്യം. തീർച്ചയായിട്ടും. അതുകൊണ്ട് പിന്നെ കെട്ടിയെടുക്കുന്ന വാട്ടർ ടാങ്ക്, അത് തന്നെ. അതിനുശേഷമേ നമ്മുടെ കോൺക്രീറ്റ് വാട്ടർ ടാങ്കിന് ശേഷം നമ്മൾ ഈ PVC വരുന്നതിന് മുന്നേ വേറൊരു ടൈപ്പ്, ഒരു കറക്റ്റ് ഒരു ബബിൾ ടൈപ്പ് ടാങ്ക് വരുന്നുണ്ടായിരുന്നു പണ്ട്. നിങ്ങൾക്ക് അറിയാവോ? അതിനകത്തൊരു നാരൊക്കെ വരുന്ന PVC അല്ല, അത് ഫൈബർ, ഗ്ലാസ് ഫൈബർ. അത് കോസ്റ്റ് കൂടുതലായിരിക്കും. കോസ്റ്റ് മാത്രമല്ല, അത് ഭയങ്കര ചൂടായിരുന്നു അതിന്. കാര്യം ഗ്ലാസ് ഫൈബർ അല്ലേ, പക്ഷെ അത് കിടിലൻ ഐറ്റം ആണ്. ഡാമേജ് ഒന്നും വരത്തില്ല, ഡോം പോലെ ഇരിക്കും. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, അതിനൊരു എസ്തറ്റിക്കലി ഒന്നും ഉണ്ടാവില്ല, ഒരു ലുക്കും ഇല്ല. പക്ഷെ സംഗതി പർപ്പസ് വെയിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നു. ശരി, പറഞ്ഞ പോലെ വലിയ പായലോ ഒന്നും അത് വേണ്ട കാര്യമില്ല. പക്ഷെ ചൂട് ഉണ്ടായതുകൊണ്ട് ചെറിയ ഇഷ്യൂ, അത് കറക്റ്റ് അറിയില്ല. ചൂടതെ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും പൊടിയൊക്കെ അത് ഭയങ്കരമായിട്ട് സെഡിമെന്റേഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതിപ്പോഴും പലയിടത്തും പഴയ വീടുകളിൽ ഇരിക്കുന്ന കാണാൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പഴയ വീട്ടിൽ എത്ര വലിപ്പമുള്ള എത്ര ലിറ്റർ? അത് എനിക്ക് തോന്നുന്നു 500 ആണ്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് 2000 മുകളിൽ അവസാനം അവർ ഇറക്കിയില്ല. 1000 ലിറ്റർ വരെ അവർ ഇറക്കിയുള്ളൂ. അങ്ങനെയും കൂടെ അതിന് എന്തൊക്കെയോ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു ആ പ്രോഡക്റ്റ്. എനിക്ക് കോസ്റ്റ് ഒരു പ്രശ്നം തന്നെ ആയിരിക്കും. അതിന്റെ ഇൻസൈഡ് ഫിനിഷ് ആണ്. ഔട്ട് സൈഡ് വന്നിട്ട് നമ്മുടെ ഈ കൊക്കോപിറ്റ് പോലെ ഒരു സാധനം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതില് ഗ്ലാസ് ഫൈബറിന്റെ ആ ഒരു ഫിനിഷ് ആക്കി, ഗ്ലാസ് ഫൈബറിന്റെ ഫിനിഷ് അങ്ങനെ തന്നെ. അതന്നെ. പിന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് PVC ടാങ്കുകൾ വ്യാപകമായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അതിൽ തന്നെ ആദ്യകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബ്ലാക്ക് കളർ ടാങ്കുകൾ മാത്രമായിരുന്നു, വെറും PVC, സിംഗിൾ ലെയർ PVC. പിന്നീട് അത് പിന്നെ യെല്ലോയിലേക്ക് മാറി, വൈറ്റിലേക്ക് മാറി, 3 ഗ്രേഡ് ആയി. അതായത് 3 ലെയർ ആയി, 6 ലെയർ ആയി, പല ലെയേഴ്സ്. എൻ്റെ ഒരു ഇപ്പോൾ പല ആൾക്കാർക്ക് ഇതിന്റെ ബ്രാൻഡൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാകും. ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ തരുന്ന, അല്ല ഇന്ത്യ തരുന്ന പ്രോഡക്റ്റ് അക്വാടെക് ആണ്. അക്വാടെക് കഴിഞ്ഞിട്ടുള്ളൂ.
സുപ്രീം വരുന്നുണ്ട്, സിൻറ്റെക്സ്, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ബ്രാൻഡ് സെൽസർ അതിനകത്ത് ഇപ്പം അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എല്ലാം ഉപയോഗിച്ചിരുന്നത് PVC എന്ന് പറയുന്ന കാറ്റഗറി ആയിരുന്നല്ലോ. അതിനുശേഷം HDPE അതായത് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ വാട്ടർ ടാങ്ക് പ്ലാസ്റ്റിക് അതിലാണ് ഇവൻ അങ്ങ് കയറി കൊളുത്തിയത്. അതുവരെ ഇവൻ പമ്മി നിൽക്കുകയായിരുന്നു. പിന്നെയാണ് നമ്മുടെ സ്റ്റീൽ വാട്ടർ ടാങ്കിന്റെ കടന്നുവരവ് എന്ന് പറയുന്നത്. സ്റ്റീൽ തന്നെ കാര്യം. സ്റ്റീലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളതിൽ നിന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അടിച്ചൊരു സാധനമാണ്. അതിൻ്റെ വില ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു നമ്മളെപ്പോലുള്ള ഈ പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് ആ ഒരു അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട്. അത് സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ അല്ല, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പ്രോഡക്റ്റുകളും ഇത്രയും ജനങ്ങളിലേക്ക് അത് പോപ്പുലർ ആയിട്ട് കൊണ്ടുവന്നതിന് ഒരു ക്രെഡിറ്റ് നമുക്ക് സംശയമില്ല. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൈഡ്രോ പ്യൂർ, നമ്മുടെ രതീഷ് അതെ അതിന്റെ പ്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് HDP എന്ന് പറയുന്ന ഓഷൻ ഗ്രൂപ്പിന്റെ അതും ചെയ്തിട്ടുണ്ട്. ഞാനത് സെൽസറിന്റെ ചെയ്ത് ഓഷന്റെ ഞാൻ WPC ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ അവരുടെ സെൽസറിന് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മുടെ കൂടെ ഒക്കെ ഇട്ട് അടിച്ച് കാണിക്കുന്നതാണ്. എൻ്റെ വീട്ടിലോട്ട് മഴവെള്ള സംഭരണി സെൽസറിൻ്റെ എടുത്തിരിക്കുന്നത് 5000 ലിറ്റർ. അത് കട്ട് ചെയ്തപ്പോഴത്തേക്കാണ് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് നമ്മുടെ കട്ടറില്ലേ, നോർമലി നമ്മുടെ ഇതൊക്കെ തടിയൊക്കെ കട്ടർ ചെയ്യുന്ന കട്ടർ, അതിട്ട് കട്ടി ഈ സംഗതി കട്ടാവുന്നില്ല. ലാസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ പല ലെയേഴ്സ് ഇതിനുള്ളിൽ മാരക സാധനം വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അണ്ടർഗ്രൗണ്ട് ഒക്കെ പോകുമ്പോഴത്തേക്ക് അത്ര ഡെൻസിറ്റി വേണം. അപ്പോഴാണ് ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലായത്. വെള്ളം ഇല്ലാത്ത സമയത്ത് തിരിച്ച് പുഷാവാനുള്ള സാധ്യത. അതെ, സത്യം. നമ്മൾ നോർമലി വീടുകളിൽ ഇപ്പം 2 ടാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോർവെല്ലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കിണറുകളിൽ നിന്നൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. രണ്ടാമത് നമ്മുടെ പബ്ലിക് വാട്ടർ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതിയിലാണ്. അപ്പോൾ ഇത് പലപ്പോഴും ചെയ്യുന്നതെന്ന് പബ്ലിക് വാട്ടർ ആവുന്ന സമയത്ത് ഒരു നോർമൽ ടാങ്ക് ഇപ്പോൾ ലിറ്റർ, ഇത് എപ്പോഴും ലിറ്ററിനാണല്ലോ റേറ്റ് പറയുന്നത്. നമ്മളെ ടാങ്ക് ഇപ്പം ഒരു 300 ലിറ്റർ എബോ ഒക്കെ കിട്ടും. ഒരു 5000 ലിറ്റർ വരെ ടാങ്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നോർമലി ലിറ്ററിനാണ് എപ്പോഴും റേറ്റ് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിന് ഇത്ര, ആ രീതിയിലാണ് ടാങ്കിന്റെ കോസ്റ്റ് എപ്പോഴും വരുന്നത്. ടാങ്കിന്റെ കോസ്റ്റ് പിന്നെ ഇപ്പം 1000 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ബേസ് ചെയ്തു. പണ്ടെന്ന് വെച്ചാൽ സ്റ്റീലാന്ന് തോന്നുന്നു. സ്റ്റീലും അതെ, ഇപ്പം മറ്റേതിലും അങ്ങനെയായി, പ്ലാസ്റ്റിക്കിലും അങ്ങനെ തന്നെയായി. 500 അവർ 1000 ലിറ്റർ. ഇപ്പം എന്നാ വെച്ചാൽ ഒരു വീട്ടിൽ ഇപ്പം 3 പേരല്ലേ 4 പേര്. അപ്പോൾ ആ വീട്ടിലേക്ക് എന്തായാലും മസ്റ്റായിട്ട് 1000 ലിറ്ററിന്റെ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ആൾക്കാർ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവൈലബിൾ ആണ്, 300 തൊട്ട് അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റീലിലേക്ക് വരുന്ന സമയത്ത് ഈ കോസ്റ്റിനകത്തുള്ള ഒരു വേരിയേഷൻസ് ഭയങ്കര വേരിയേഷൻ. ആ ഒരു പ്രശ്നം വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇപ്പം നമുക്കൊരു 250 അല്ലെങ്കിൽ 300 മുതൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റിൽ നല്ല വേരിയേഷൻസ് വരുന്നത്. സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 500 ലിറ്റർ ടാങ്ക് മേടിക്കുന്നതും ഒരു 2000 ലിറ്റർ ടാങ്ക് മേടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതായത് സ്റ്റാർട്ടിംഗ് പ്രൈസ് കൂടുതലാണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് വരുമ്പോഴത്തേക്ക് കാര്യം ഇതിന് രണ്ടിനും ബേസ് സെയിം ആണ്, മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഷീറ്റ് ആണല്ലോ, അപ്പോൾ അതിന് അവർ എക്സ്പെൻസ് കുറവാണ്. അത് നമ്മൾ ഈ മാനുഫാക്ചർ കാണുമ്പോൾ അറിയാൻ പറ്റും. അല്ല, അത് ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. അതായത് 1000 ലിറ്ററിന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ 1000 ലിറ്റർ വെള്ളത്തിന് പ്ലാസ്റ്റിക് ടാങ്ക് ആണ്, അല്ലെങ്കിൽ HDP ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ 1000 ലിറ്റർ 5000 രൂപ കണക്കാക്കുക. അത് 2000 ലിറ്റർ 10,000 ആവും. അതായത് അത് 5000 ലിറ്റർ ആണ്, ആ 5000 × 5 അതാണ് അതിന്റെ കണക്ക്. സ്റ്റീലിൽ അങ്ങനല്ല, അത്രയും വരത്തില്ല. സ്റ്റീലിൽ വരും സ്റ്റാർട്ടിംഗ് 1000 റേറ്റ് കൂടുതലാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം 1000 ലിറ്റർ സ്റ്റീൽ ടാങ്കിന് വില 30,000 രൂപയാണ്. ഈ 30,000 വരും. ഇത് 2000 ലിറ്റർ ആകും 36,000 ഉള്ളൂ. അതിന്റെ കോസ്റ്റ് ഏറ്റവും ബേസിലും ടോപ്പിലും ആണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത്. കാരണം അതിനകത്ത് വെൽഡിംഗ് പോയിന്റ്സും അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെ അത്ര തന്നെ 2 ഏരിയയിലാണ്. ഇടയ്ക്ക് ഷീറ്റ് ആണല്ലേ, ഫുൾ ഷീറ്റ് കവർ ചെയ്ത് വരുന്നുണ്ട്. ആ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള പ്ലെയിൻ ഷീറ്റാണ്. ഇത് എപ്പോഴാണ് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു മെഷീനിൽ കയറിയിട്ട് ഒരു റൂട്ടർ പോലെ ഒരു സാധനം റൂഫിംഗ് ഷീറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ
അപ്പോൾ പക്ഷേ 0.6 അവർ യൂസ് ചെയ്യുന്നത് 0.6 എപ്പോഴും 0.6 304 ഗ്രേഡ് 304 0.6 0.6 302 യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ തുടക്കം കാലത്ത്. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ രതീഷേന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി 316 കൊടുക്കുന്നുണ്ട്. 316 കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് സ്ക്വയർ അത് ഞാൻ പറയാം 1000 ലിറ്റർ 52,000 രൂപ. 52,000 ലിറ്റർ പറഞ്ഞ അതുകൊണ്ടാ റേറ്റ് പറയാം. ഓക്കെ. കാരണം അത് സർജിക്കൽ ആണ്, ഒരു തരത്തിലും ഒരിക്കലും സ്പോർട്ടി തുരുമ്പ് ഒന്നുള്ള വരത്തില്ല. ടെൻഷൻ ആ, അതെ. 316 ആയതുകൊണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈഡ്രോപ്യൂറിന്റെ ടാങ്കാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോപ്യൂറിന്റെ തന്നെ 1000 ലിറ്ററിന്റെ ആണ്. ഓക്കെ. 304 ഗ്രേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റീൽ ടാങ്ക് ട്രെൻഡിങ് ആവാനുള്ള ഒരു മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലീനിങ് ആണ്. വാട്ടർ ടാങ്ക് ആണ് ഏറ്റവും കൂടുതൽ ഒരു തലവേദന പിടിച്ച സംഗതി, ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞത് അല്ലേ. ചില സമയത്തൊക്കെ ഈ പിള്ളേരെ ഇതിനകത്ത് ഇറക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ അല്ലേ, PVC ടാങ്കിലേക്ക്. സുനീറിന്റെ പോരായിരുന്നു ക്ലീൻ ചെയ്ത് അല്ലേ അവിടെയോ? അങ്ങനെയാണോ? സത്യമാണോ അത്? കിട്ടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടില് മോൻ ഇറങ്ങും, ഇയാളുടെ മോൻ ഇറങ്ങാത്തതുകൊണ്ട് ഇയാളാണ് കഴുകുന്നത് അതിനകത്ത്. ഇയാൾ അതിനകത്ത് ഇരിക്കുന്ന ഒരു സാധനം ആലോചിച്ച് നോക്കി. ചൈൽഡ് ലേബർ കേസ് എടുക്കണം. അല്ല, ഇതിനകത്തൊരു കാര്യമുണ്ട്. സെൽഫ് ക്ലീനിങ് എന്ന് പറയുന്നത് കൊണ്ടുവന്ന ഇവരാണെങ്കിലും ഈ സ്റ്റീൽ ടാങ്കുകളാണെങ്കിലും അതിനുശേഷം നമ്മുടെ PVC ടാങ്കുകളും അത് വീണ്ടും അവർ സെൽസർ പോലുള്ള ഓഷ്യനിൽ നമ്മൾ അന്ന് കണ്ടില്ല. അക്വാടാക്കിലുണ്ട്. അത് മറ്റേ എന്താ പറയാ ബ്ലോ മോൾഡിംഗ് ടെക്നോളജി, ബോട്ടം അത് അങ്ങനെയാ പറയാ, ബ്ലോ മോൾഡിംഗ്. അതായത് കുറച്ച് പറയുന്നത് ഒരു ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ ഊതി വീർപ്പിച്ചിട്ട് ഊതി വീർപ്പിച്ച ഭാഗത്ത് അടപ്പിട്ട് അത് മറിച്ചു വെക്കുന്നു. ബലൂൺ ഊതി വീർപ്പിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഊതിയ വീർക്കും. അതാണ് അതിന്റെ സംഗതി. അതിനൊരു ഗുണോടെ ഉണ്ട്. ഇതിൻ്റെ ഒരു രണ്ടിൻ്റെ ഒരു വ്യത്യാസം പറയാം. സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ അവിടെ സ്റ്റീൽ വാട്ടർ ടാങ്കിന് അറിയാമല്ലോ ജോയിനിങ്ങേ നടക്കും, സ്പോട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ കേസിൽ അങ്ങനെ ജോയിനിങ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ മോൾഡ് ചെയ്ത് ഇങ്ങനെ വരിക. അതായത് ഒരു കുപ്പി ഉണ്ടാക്കുന്നത് പോലെ ചെയ്ത് വരിക ചെയ്ത അതൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, അതൊരു മെഷീൻ ആണല്ലോ, ആ മെഷീൻ അത് ബ്ലോ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വിലയുടെ വ്യത്യാസം നോക്കേണ്ടതാ. വില മറ്റൊന്ന് 32,000 രൂപ 17,000 രൂപയുള്ളൂ. അല്ല, പക്ഷേ ഈ വെള്ളത്തിന്റെ കേസിൽ ഒരിക്കലും നമ്മൾ വില നോക്കരുത്. അതായത് ഏറ്റവും മാക്സിമം എത്ര നല്ല ക്വാളിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. തീർച്ചയായും. അല്ല, വെള്ളത്തിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ അതിനൊരു കോൺട്രാസ്റ്റ് നമ്മൾ പറയേണ്ടതുണ്ട് ആക്ച്വലി. അതായത് HDP വാട്ടർ ടാങ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഫുഡ് ഗ്രേഡ് ആണ്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റീൽ വാട്ടർ ടാങ്ക് ജോയിൻ ചെയ്ത് നമ്മൾ വെള്ളം കൊണ്ടിരുന്ന ഏത് വഴിക്കാണ്? PVC. ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അത്. പക്ഷേ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സമയത്തും, പ്രത്യേകിച്ചും ഇപ്പം നമ്മുടെ ജനുവരി ആയി, ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുന്ന സമയത്ത് നമ്മളെ സാധാരണ PVC ടാങ്ക് ആണെങ്കിൽ പോയി ഒരു ഉച്ച സമയത്തൊക്കെ കുളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് പിടിക്കും, അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി പോലും ചൂട് വരില്ല. കാര്യം ആ റിഫ്ലക്ഷൻ പർപ്പസ് അങ്ങനെയാണ് അതിൻ്റെ. അല്ല, അതുപോലെ ഇപ്പം വീട്ടിൽ ഈ പറയുന്ന വലിയ PVC ഇരിക്കുന്നത് വലിയ ചൂടില്ല, കാരണം വൈറ്റാ. വൈറ്റ് കളർ അങ്ങനെ ഇറക്കിയ സാധനം അത്. അതെ, അതിന് ചൂടില്ല. അല്ല, ചൂടില്ല എന്ന് പറയാൻ പറ്റില്ല. സ്റ്റീലിനെ അപേക്ഷിച്ചിട്ട് അതിനകത്ത് ചൂടുണ്ടാവും. സ്റ്റീലിന്റെ ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അല്ല, നിങ്ങൾ പറഞ്ഞ അതിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയാം. എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇത് പ്രശ്നമുണ്ടല്ലോ. അല്ല, നിങ്ങളിത് കേള്. അതായത് ഒരു സ്റ്റീൽ വാട്ടർ ടാങ്ക് എടുക്കുന്നു. സ്റ്റീലിന്റെ വാട്ടർ ടാങ്കിന്റെ ഒരു പ്രത്യേകത പറയാം. സ്റ്റീലിന്റെ ഗുണം അറിയാലോ, സ്റ്റീൽ ചൂടിന് അത് ആഗിരണം ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. വെള്ളമാണ്, വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇതിനുള്ളിൽ വെള്ളം എത്രമാത്രം ഇരിക്കുന്നോ എപ്പോഴൊക്കെ ഇരിക്കുന്നോ അതേ തണുപ്പ് അവർ പുറത്ത് ചെയ്തു തരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതേ സെയിം കേസ് പ്ലാസ്റ്റിക്കിലോട്ട് വരുമ്പോൾ സുനീർ പറഞ്ഞ കറക്റ്റാണ്, ചൂട് അതിനകത്ത് വരാതെ വരില്ല. പക്ഷേ സ്റ്റീൽ ടാങ്കിനെ അപേക്ഷിച്ച് അത്രയും ചൂട് ആ തണുപ്പ് ഇതിനകത്ത് ഉണ്ടാകത്തില്ല പ്ലാസ്റ്റിക്കിൽ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ പൈപ്പ് ലൈൻ ഇടുന്ന വഴിയിൽ സൺലൈറ്റ് എത്രത്തോളം കൂടുതലാവുന്നോ അത്രത്തോളം സൺലൈറ്റ് ഇതിന് തണുപ്പാണേലും അതിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അതെ, ശരിയല്ലേ? കസ്റ്റമർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കസ്റ്റമർ ചെയ്തിട്ട് ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്റ്റീൽ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, ചൂടാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ ചെന്നിട്ടത് തൊട്ട് നോക്കാൻ പറ്റും, തൊട്ട് നോക്കിയപ്പോൾ തണുപ്പാണ്. പക്ഷേ PVC വഴി നമ്മുടെ പൈപ്പ് ലൈനിൽ നിൽക്കുന്ന വെള്ളത്തിന്റെ നമ്മുടെ നമ്മളിരിക്കുന്ന ഈ വീടില്ലേ, ഈ വീട്ടിൽ നല്ല ചൂടാ വരുന്നത്. വീട്ടിൽ അതാ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ അടിക്കില്ല, പ്രശ്നം വരില്ല. ഇല്ല, അത് കാരണമല്ല, ചെടിയെല്ലാം പടിഞ്ഞാറ് വശം പ്ലംബിംഗ് ആണെങ്കിൽ പണി കിട്ടും. അല്ല, എന്റെ വീട്ടിൽ പടിഞ്ഞാറ് വശമാണ്, പക്ഷെ അവിടെ ചെടി വന്ന് ചെടിയല്ലേ കിടക്കുന്നത്, പൈപ്പ് ഏതാ ചെടി ഏതാ വീട് ഏതാ ഒന്നും അറിയാൻ പറ്റാത്ത. അതുകൊണ്ട് നമ്മൾ അതൊരു പ്രശ്നം വരാറില്ല. അതിൽ ഈ വൈറ്റ് ആയതുകൊണ്ട്, വൈറ്റ് നമ്മൾ നോർമലി പറയുമ്പോൾ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഫ്ലക്ഷൻ സംഭവിച്ചിട്ടാണ് വൈറ്റ് കളർ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഹീറ്റ് വരുന്നില്ല. ബ്ലാക്കിനകത്ത് തീർച്ചയായിട്ടും വരും. അതൊരു 4 ലെയർ അങ്ങാണ്ട വെച്ചേക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഈ കോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും സ്റ്റീൽ ടാങ്കിലേക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്ഷനാണ് വൈറ്റ് ടാങ്ക് എന്നുള്ളത്. മൾട്ടിപ്പിൾ ലെയേഴ്സ് വേണം, മിനിമം 3 ലെയർ പ്ലസ് വേണം. 3 ലെയർ പ്ലസ് മാക്സിമം 6 ലെയർ ആയ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് കണക്കാക്കുക. യെസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഉണ്ടെങ്കിൽ, ഇത് എല്ലാവരും ചോദിക്കുന്ന ഏരിയ ഈ മേളിലായിരിക്കുന്നത് സ്റ്റീലാണ്, ഇടിമിന്നൽ അടിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, കാര്യം നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ കണക്ക് സ്റ്റീൽ വിൻഡോ വെക്കുമ്പോൾ, സ്റ്റീൽ ടാങ്ക് വെക്കുമ്പോൾ ഇതിനൊക്കെ ഇടിമിന്നൽ അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ റൂഫിംഗ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടിമിന്നൽ അടിക്കുമെന്ന് ചോദിക്കുന്നത് പോലെയാണ്. കാര്യം ഇതിൽ ഇടിമിന്നൽ അടിക്കാൻ സാധ്യത ഇല്ല എന്ന് പറയില്ല. കാര്യം അതിനകത്തേക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ കൂടിയും നമ്മുടെ വീട് പ്രോപ്പറായിട്ട് നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അത് മാത്രമല്ല, ഇത് ഒരു പരിധിവരെ റിഫ്ലക്ടർ ആയിട്ടുള്ളൊരു ലൈറ്റ് റിഫ്ലക്ടർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാവരും സ്റ്റീൽ ടാങ്കിൻ്റെ ഫിനിഷ് പറയുമ്പോഴത്തേക്ക് മിറർ ഫിനിഷ് തന്നെ ചെയ്യാൻ പറയും. അതെ, മിറർ ഫിനിഷ് മസ്റ്റായിട്ട് വേണമെന്ന് പറയാം. ചൂടിനെയും ഇടിമിന്നലിനെയും അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരേ ഒരു സാധനം മിറർ ഫിനിഷാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നേ, നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ടാങ്ക് ഒരു കാലഘട്ടത്തിൽ എവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്? പുറത്തുനിന്ന്. ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് സിംഗിൾ ലെയർ പപ്പടം പൊടിയണ പോലെ പൊടിയണ സാധനം അടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും വിറ്റിട്ടുള്ള ആൾക്കാരുണ്ട്. ശരിയല്ലേ? മഞ്ഞ കളർ ലെറ്ററൊക്കെ ഇപ്പോഴും നിലവിൽ പേര് പറയാൻ പറ്റില്ല. നമ്മളൊരു ഫാമിലി പോയിരുന്ന സമയത്ത് അവരുടേത് ബ്രാൻഡായിട്ടുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഒരു 100 കണക്കിന് ബാക്കി അൺബ്രാൻഡഡ് കമ്പനികൾ അവർ തന്നെ ക്വാളിറ്റി കുറച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു. അല്ല, അത് വേറൊന്നുമല്ല, ഭയങ്കര ബിസിനസ് ആയിരുന്നു. അതെ, നമ്മൾ പോയ സ്ഥലത്തല്ലേ നിങ്ങൾ വീണ്ടും അതേപോലെ പറയല്ലേ. ഇനി ഈ വേറെ ടാങ്കിലൊരു കേസ് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ കോൺട്രാക്ട് കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ, അവിടെ നിലവിൽ ഇപ്പോൾ 1000 ലിറ്റർ ടാങ്ക് 3 ലെയർ അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് മാത്രമേ എഗ്രിമെന്റിൽ എഴുതത്തുള്ളൂ. അവിടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ടാങ്ക് കൊണ്ട് വെക്കുവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈൻറ്റ് പറയുവാണ് എനിക്ക് ഇന്ന ടാങ്ക് വേണം എന്ന് പറഞ്ഞാൽ അത് കുറവാണ് പറയൽ. കാര്യം എഗ്രിമെന്റിലൊക്കെ വരുന്ന സാധനം അത് അങ്ങനെ ഫിക്സ് ചെയ്ത് പോകലാണ്. ഓക്കെ. അല്ല, നമുക്ക് പറയാമല്ലോ ഇപ്പോൾ ഇന്ന ഗ്രേഡ് വേണം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം. നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫുൾ കോൺട്രാക്ട് എങ്ങനെ എഴുതണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഏത് ബ്രാൻഡ് വേണം. ഇത് പലപ്പോഴും ഇത് ക്ലൈന്റ് ശ്രദ്ധിക്കൂല. ഇതൊക്കെ നമ്മുടെ തോട്ടിൽ ഇല്ലാത്ത കുറേ സാധനങ്ങളാണ്. സെപ്റ്റി ടാങ്ക് നമ്മളന്ന് സംസാരിച്ചു, സെപ്റ്റി ടാങ്ക്, വാട്ടർ ടാങ്ക്, ഇതൊക്കെ ലാസ്റ്റ്. അതുപോലെ ഇതിന്റെ വലിയൊരു വിഷയമാണ് ടാങ്ക് ചെയ്യുമ്പോൾ ശരിക്കും ഈ അവസാന സ്റ്റേജിലാണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഇത് എവിടെ വെക്കണം ഒരു ഐഡിയ ഉണ്ടാവില്ല. ശരിക്കും ഇത് ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്പേസ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ആ ഒരു സോളാർ പാനലൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്, പിന്നെ അതിൻ്റെ പ്രഷർ വലിയൊരു വിഷയമാണ്. ശരിക്കും നമുക്ക് ഈ അപ്സ്റ്റെയറിൽ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന സമയത്ത് ഇത് സെയിം ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറയും. ആ സമയത്ത് നമുക്ക് ഒരു ഹൈറ്റ് മിനിമം ഒരു 7 അടി ഹൈറ്റിലെങ്കിലും ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്യലാണ് നല്ലത്. ഈ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്ലീനിങ്ങിന് ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ സ്റ്റീൽ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓൾമോസ്റ്റ്. എന്നിരുന്നാലും നമ്മളിതിൻ്റെ ബോട്ടം നമ്മൾ തുറന്നു വിട്ടിട്ടാണല്ലോ ഇത് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെ നമുക്കൊന്ന് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ഇല്ലെങ്കിൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എഗ്രിമെന്റ് തന്നെ എത്ര ലെയർ ആണ്, അല്ലെങ്കിൽ സ്റ്റീൽ ടാങ്ക് ആണെങ്കിൽ അത് തന്നെ അത് എത്ര ലിറ്റർ ആണ്, പറ്റുമെങ്കിൽ ബ്രാൻഡ് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലേ, തീർച്ചയായിട്ടും എമൗണ്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ എമൗണ്ട് മെൻഷൻ ചെയ്യണം അല്ലേ. ബ്രാൻഡ് ചെയ്യുന്നതിലുപരി എമൗണ്ട് ആണെങ്കിൽ ഏത് ബ്രാൻഡും ആ എമൗണ്ടിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. അതെ, കോൺട്രാക്ടറായിട്ട് കറക്റ്റായിട്ട്. വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്റ്റീൽ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആകെ 2 ഷേപ്പ് അവൈലബിൾ ആയിട്ടുള്ള, ഒന്ന് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പും പിന്നെ നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള. അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആകുമ്പോഴത്തേക്കും വാട്ടർ പ്രഷർ കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അതിൽ വരുന്ന പൈപ്പ് ലൈനിന്റെ ആ ഒരു ഡിസൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ്. പിന്നെ മറ്റേതിലോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക്കിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചതുരത്തിലുള്ളതുണ്ട്. സിലിണ്ടറിക്കൽ ഇപ്പോഴാണ് സിലിണ്ടറിക്കൽ അവർക്ക് വന്ന് താഴെ വാൽവായി തുടങ്ങിയത്. അതിന് മുൻപ് സിലിണ്ടറിക്കൽ പ്ലാറ്റ്ഫോം ഉള്ള മോഡൽസ്, അങ്ങനെ ധാരാളം മോഡൽസ്. ഞാൻ പറയുന്ന ബ്ലോ മോൾഡിംഗ് മോഡൽസ് ഒക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്, വാട്ടർ പ്രഷർ ഒക്കെ കിട്ടാൻ. നിലവിൽ ഇത്തരം എല്ലാ ടാങ്കുകൾക്കും അവരൊരു 1 ഫീറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 1 ഫീറ്റ് ആണ് ഒരു സ്റ്റാൻഡ് തരുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല, വർക്കാവുന്ന സംശയമാണ്. ഈ 2 നില ആകുമ്പോഴത്തേക്ക് വാട്ടർ പ്രഷറിന്റെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഇത് ഏത് ടാങ്ക് ആയാലും
പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് മാക്സിമം ഒരു മാസത്തിലൊരുക്കം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. പല ടാങ്കുകളുടെയും ടോപ്പ് നമ്മൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ചെറിയ നമ്മുടെ ഈ മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഈ ആൻ കണ്ടൻ്റൊക്കെ ഉള്ള ടാങ്കുകളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ യെല്ലോയിഷ് കളറായിരിക്കും വെള്ളം. ഇത് ശരിക്കും ചലിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് അറിയാൻ പറ്റാത്തത് വെള്ളം വരുന്ന സമയത്ത്. എത്രയൊക്കെ ഉണ്ടെങ്കിലും ഈ ഈക്കോളിൻ ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും. അതായത് പഴയ കാലങ്ങളിൽ ഒരു 20 സെൻറ്റിനകത്ത് ഒരു വീട്, അതുപോലെ അത്രയും ഡിസ്റ്റൻസിലായിരുന്നു വീടുകളുണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റിക് ടാങ്കുകളുടെ ദൂരം അത്രയും കൂടുതലായിരുന്നു. ഇന്ന് 5 സെൻറ്റിൽ 3 സെൻറ്റിൽ വീടാവുന്ന സമയത്ത് സെപ്റ്റിക് ടാങ്കുകളും കിണറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അത്ര, അതായത് 7.5 മീറ്റർ, അത് ആ മിനിമം ഡിസ്റ്റൻസിലേക്ക് വന്നു എന്നുള്ളതാണ്. ഏത് വെള്ളം എടുത്ത് നമ്മൾ ലാബിൽ പരിശോധിച്ചാലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വെള്ളം. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ പലരും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. സ്റ്റീൽ ടാങ്ക് വെക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റീൽ ടാങ്ക് വെക്കണമെന്നൊന്നുമില്ല. HDPE വാട്ടർ ടാങ്കുകൾ പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ്. അത് വെച്ചാൽ പകുതി പൈസയ്ക്ക് കിട്ടും. എല്ലാവരും ഇപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, സുനീർ ചെയ്യുന്ന ഒരാളാണ്, അരുൺ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം സ്റ്റീൽ ടാങ്ക് വെച്ചെന്ന് എല്ലാവരും അതിൻ്റെ പുറകെ പോകാമെന്നുള്ളത് എനിക്ക് അഭിപ്രായമില്ല. നല്ല പ്രൊഡക്റ്റ് കിട്ടും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ബെസ്റ്റ് എന്ന് തോന്നിയെടുത്തു. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക്, അല്ലേ? 1000 രൂപ കൊണ്ട് നടന്നിട്ട് 1050 രൂപയുടെ സാധനം എടുക്കാൻ പറഞ്ഞാൽ നടക്കൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 550 രൂപ സാധനം മേടിക്കാം. നല്ല സാധനം കിട്ടും. അല്ല, വൈറ്റ് മേടിക്കുക. വൈറ്റ് കളർ റിഫ്ലക്ടർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. അതിനകത്ത് തന്നെ മാക്സിമം എത്ര ലെയർ കിട്ടും ആ ഒരു ലെയർ യൂസ് ചെയ്യാം. ബഡ്ജറ്റ് അനുസരിച്ച് 3 ലെയർ പ്ലസ് 3 ലെയർ വേണം. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യാം, അല്ലേ? അതെ, വാട്ടർ ടാങ്കിനെ കുറിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കമന്റ് ചോദിക്കട്ടെ, നമുക്ക് മറുപടി പറയാം. അപ്പോൾ വി ആർ സൈനിങ് ഓഫ്. RKFA Talks.